ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വർഷം നമ്മുടെ ഓപ്പൺ ഡാറ്റിന്റെ കൂടെ പ്രിപ്പയർ ചെയ്തവർ അല്ലെങ്കിൽ അല്ലാത്തവരൊക്കെ ഒരുപാട് നല്ല ബി സ്കൂളുകൾ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. കുറെ പേർക്ക് പല ബി സ്കൂളിന്റെയും കോൾസ് വന്നിട്ടുണ്ട്. പല ആൾക്കാരും വെയിറ്റ് ലിസ്റ്റിലാണ്, വെയിറ്റിംഗ് ആണ്. എന്താണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില ആൾക്കാർ അടുത്ത വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, ഡ്രോപ്പ് ഇയർ എടുക്കുന്നുണ്ടാവും. അത് ചെയ്യാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ്ലി ഇപ്പോ വേറെ ഒന്നും ചെയ്യാനില്ല. അതായത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കൊടുക്കാനുള്ള നിങ്ങളുടെ കാറ്റ് അല്ലെങ്കിൽ അസോസിയേറ്റഡ് MBA എക്സാം, അത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഇന്റർവ്യൂ എല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കാനുള്ള എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ ടൈം വെൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നിങ്ങളുടെ വർക്കിൽ നിന്നൊക്കെ മോസ്റ്റ്ലി കുറെ ആൾക്കാർ റിസൈൻ ചെയ്തിട്ടുണ്ടാവും. സോ യു വിൽ ബി ഹാവിങ് എ ലോട്ട് ഓഫ് ഫ്രീ ടൈം. ആൻഡ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്റെ ബി സ്കൂൾ ജേർണി സ്മൂത്ത് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബി സ്കൂളിൽ കയറിയതിനു ശേഷം എന്റെ പ്ലേസ്മെന്റ് ബെറ്റർ ആക്കാൻ വേണ്ടി എന്തൊക്കെ എനിക്ക് ഈ ഒരു ഇടവേളയിൽ ചെയ്യാം, ഞാൻ എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് ചെയ്യണം, ഞാൻ എന്തൊക്കെ കോഴ്സസ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യണോ, ഇന്റേൺഷിപ്പോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണോ, മുതലായ കാര്യങ്ങൾ. അപ്പൊ അതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇത് കൂടുതലും എന്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഒരു ഗുഡ് ജൂലൈയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ കോളേജ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് ഒരു ഗുഡ് 2 months അല്ലെങ്കിൽ 2.5 months വരെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ചില ആൾക്കാർക്ക് ഒരു 1.5 മാസമായിരിക്കും കിട്ടുക. അപ്പൊ ഈ ഒരു ടൈമില് നിങ്ങൾക്ക് പല ആൾക്കാരും കുറെ സർട്ടിഫിക്കേഷൻസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സർട്ടിഫിക്കേഷൻസ് ഞാൻ വലുതായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇൻ ദ സെൻസ്, നിങ്ങളൊരു ബി സ്കൂളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലേസ്മെന്റ് സമയത്ത് സർട്ടിഫിക്കേഷൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു എക്സ്ട്രാ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു കൺസിഡറേഷൻ കമ്പനീസ് വരുമ്പോൾ കിട്ടും എന്ന് പേഴ്സണലി ഞാൻ വിചാരിക്കുന്നില്ല. ഇനി നിങ്ങളുടെ ഒരു റെസ്യൂമേയിൽ, നിങ്ങൾ ബി സ്കൂളിൽ ചെന്നാൽ ആദ്യം ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു റെസ്യൂമേ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. കാരണം നിങ്ങൾ ബി സ്കൂളിൽ കയറിയത് ഉടനെ തന്നെ നിങ്ങളുടെ സമ്മർ ഇന്റേൺഷിപ്പ് സംഭവിക്കുന്നുണ്ടാവും. സോ അറിയാത്ത ആൾക്കാർക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. സമ്മർ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന നിങ്ങളുടെ ബി സ്കൂളിന്റെ 2 വർഷം, ആ 2 വർഷത്തിന്റെ ഇടയ്ക്ക് ഒരു 2 months ഗ്യാപ്പ് കിട്ടും. ഈ 2 മാസം നിങ്ങൾ പല കോർപ്പറേറ്റുകളുമായിട്ടും വർക്ക് ചെയ്യുന്നുണ്ടാവും. സോ ഇതിനുള്ള നിങ്ങളുടെ ഒരു ഓഫർ, ഇന്റേൺഷിപ്പ് ഓഫർ നിങ്ങളുടെ കോളേജ് തന്നെ ആയിരിക്കും, നിങ്ങളുടെ പ്ലേസ്മെന്റ് കമ്മിറ്റി തന്നെ ആയിരിക്കും തരിക. അപ്പൊ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് അത് ചിലപ്പോൾ നിങ്ങൾ ബി സ്കൂളിൽ കയറി ഒരു 2-3 മാസം കഴിയുമ്പോൾ തന്നെ വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 2-3 മാസം ഒരു ബി സ്കൂളിൽ കയറുന്ന സമയത്ത് നിങ്ങൾ ആസ് എ പേഴ്സൺ ഒരുപാട് നിങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ടാവില്ല. ഒരു ബി സ്കൂളിൽ പോയിട്ട് ഒരുപാട് നിങ്ങൾ പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അറ്റ് ദ സെയിം ടൈം കമ്പനീസ് നിങ്ങളുടെ നിന്ന് കുറെ എക്സ്പെക്റ്റും ചെയ്യുന്നുണ്ടാവും. സോ ഈ ഒരു ഗ്യാപ്പ് എങ്ങനെ ബ്രിഡ്ജ് ചെയ്യാം, അല്ലെങ്കിൽ ആദ്യത്തെ 3 മാസം ഓഫ് ബി സ്കൂൾ എങ്ങനെ നിങ്ങൾക്ക് സുഖകരമാക്കാം എന്നുള്ളത് മാത്രമേ നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം നിങ്ങൾ ബി സ്കൂളിൽ കയറിയാൽ ഞാൻ പല ആൾക്കാരോടത്തും പറയുന്ന ഒരു കാര്യം, MBA ശരിക്കും സംഭവിക്കുന്ന ആദ്യത്തെ ഒരു 3 അല്ലെങ്കിൽ മാക്സിമം ഒരു 6 മാസമാണ്. അത് കഴിഞ്ഞാലുള്ള പിന്നെ ഒരു 1.5 വർഷം എന്ന് പറയുന്നത് വളരെ റിലാക്സ് ആയിരിക്കും. എഗൈൻ ഇറ്റ് ഡിപ്പെൻസ്. ഇപ്പൊ നിങ്ങളുടെ ഒരു അംബിഷൻ, നിങ്ങളുടെ ഒരു ഗോള് തന്നെ ഒരു ഡയറക്ടേഴ്സ് ഗോൾഡ് മെഡൽ ലിസ്റ്റിലൊക്കെ കയറുക, അല്ലെങ്കിൽ ഒരു കോളേജിൽ ഒരു ടോപ്പ് 5 വരിക, 10 വരിക എന്നൊക്കെ ആണെങ്കിൽ യു മൈറ്റ് ഹാവ് ടു പുട്ട് ഇൻ എ ലോട്ട് മോർ എഫേർട്സ്. 2 വർഷം നിങ്ങൾ കുറച്ച് അക്കാഡമിക്കലി ഫോക്കസ്ഡ് ആയതുകൊണ്ട് തന്നെ യു വിൽ ഹാവ് ടു പുട്ട് ഇൻ എ ലോട്ട് മോർ എഫേർട്സ്. ബട്ട് ഒരു എബോ ആവറേജ് കാൻഡിഡേറ്റ് ആയിട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്, അതായത് MBAയുടെ ഒരു ആദ്യത്തെ 6 മാസം കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി റിലാക്സ്. അതിനെക്കുറിച്ച് ഓർത്ത് ഇപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ആദ്യം ഒരു ബി സ്കൂളിൽ പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസിഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഈ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളൊരു പുതിയ ബി സ്കൂളിൽ പോവാണ്. ഇതുവരെ നിങ്ങൾ പഠിച്ചിരുന്ന പോലെ നിങ്ങളുടെ ഒരു ക്ലാസ് റൂം ലേണിംഗ്, അവിടെ നിന്ന് എന്തൊക്കെയോ പഠിപ്പിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അത് വെച്ചിട്ട് പോയി പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ മാർക്ക് കിട്ടുന്നു എന്നുള്ള രീതിയിലായിരിക്കില്ല നിങ്ങളുടെ ബി സ്കൂളിൽ ഉണ്ടാവുക. നിങ്ങളൊരു ബി സ്കൂളിൽ പോകുമ്പോൾ ഒന്ന് കേസ് ബേസ്ഡ് ലേണിംഗ് ആയിരിക്കും ഉണ്ടാവുക. കേസ് ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സിന് മുന്നേ അന്ന് ക്ലാസ്സിൽ എടുക്കാൻ പോകുന്ന ഒരു കേസ് ഉണ്ടാവും. ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസ്, ഒരു കമ്പനിയുടെ എന്തെങ്കിലും ഒരു സെനാരിയോ പഠിച്ചിട്ട് പോകേണ്ടി വരും. എന്നിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുകയായിരിക്കും ചെയ്യുക. സോ ഇങ്ങനെയുള്ള ഒരു മെത്തേഡിലോട്ട് നിങ്ങൾ സ്വിച്ച് ചെയ്യുന്നതിന്റെ ഒരു ചെറിയൊരു ട്രാൻസിഷൻ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവാം. പിന്നെ രണ്ടാമത്, നിങ്ങളൊരു മൾട്ടി കൾച്ചറൽ എൻവയോൺമെന്റിലോട്ട് പോകുമ്പോൾ ഇതുവരെ കേരളത്തിൽ മാത്രം പഠിച്ച ആൾക്കാർക്ക് കുറെ ഹിന്ദി സ്പീക്കിംഗ് ക്രൗഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡൈവേഴ്സ് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിൽ ഒരു ഇനർഷ്യ ചിലപ്പോൾ ഉണ്ടാവാം. മൂന്നാമത്തെ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇതുണ്ടാവാം. കാരണം ആദ്യമൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, ക്ലാസ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് മിക്ക സബ്ജക്റ്റിനും ഒരു 5 to 10 to even 15% വരെ വെയിറ്റേജ് ക്ലാസ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ഒരു കോമ്പണന്റ് ഉണ്ട്. സോ എന്താണ് ഈ ക്ലാസ് പാർട്ടിസിപ്പേഷൻ? നിങ്ങളുടെ ഈ പറയുന്ന കേസ് വായിച്ചിട്ട് നിങ്ങൾ ക്ലാസ്സിൽ പോയാൽ ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഈ രേഖപ്പെടുത്തുന്നത് നിങ്ങൾ അവിടെ ഓരോ ഫാക്കൽറ്റിക്കും ഒരു അസിസ്റ്റന്റ് ഉണ്ടാവും. ആ അസിസ്റ്റന്റ് നോട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതിന് മാർക്കുകളും തരുന്നുണ്ടാവും.
അപ്പൊ ഇനിഷ്യലി തുടങ്ങുമ്പോൾ എല്ലാവരും ഈ ഒരു 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 ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത് കിട്ടാതായി പോവുക എന്നുള്ള ഒരു പേടിയിൽ എല്ലാവരും നല്ല പോയിന്റ് മോശം പോയിന്റ് ഒന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ക്ലാസ് റൂമിൽ ഓരോരോ പോയിന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന കുട്ടികൾ കുറച്ച് പേടിച്ചു പോകും. അതായത് അയ്യോ ഇവിടെ നിന്നൊക്കെ ഈ ഡൽഹിയിൽ നിന്നും മറ്റിടത്തും ഒക്കെ വരുന്ന ഈ പറയുന്ന അങ്ങനെയൊക്കെയുള്ള നല്ല കോളേജിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ എന്നെ ഓവർ പവർ ചെയ്തു പോകുമോ, ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വരെ നിങ്ങൾക്ക് ചിന്തിച്ചു പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കും അവരുടെ ഒരു ക്ലാസ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുക. പക്ഷെ മനസ്സിലാക്കുക, അവിടെയുള്ള ഫാക്കൽറ്റീസിന് ഇത് ആദ്യമായിട്ട് കാണുന്നതല്ല, ഇതൊരു തുടക്കത്തിലുള്ള ഒരു ആവേശം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ദേ വിൽ ബി ലുക്കിംഗ് ഫോർ ക്വാളിറ്റി ഓഫ് പോയിന്റ്സ്. സോ അപ്പൊ അതിന് വേണ്ടി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വീക്ക് ആണെന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കൂടുതൽ ഇംഗ്ലീഷ് എന്തെങ്കിലും വായിക്കണമെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ കൂടുതൽ ഇംഗ്ലീഷിൽ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞൊരു എക്സ്റ്റംപോർ ആക്ടിവിറ്റി, ഡെയിലി നിങ്ങൾക്ക് ഒരു റാൻഡം ടോപ്പിക്കിൽ കുറച്ചു നേരം സംസാരിക്കാം. അത് അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കുന്നത് ഒരു നല്ലൊരു കാര്യമായിരിക്കും. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് റെസ്യൂമെയാണ് ഏറ്റവും വലിയൊരു മേജർ സംഭവം. അപ്പൊ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഫ്രഷേഴ്സിനും വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫില്ല് ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന ഒരു റെസ്യൂമയുടെ ഫോർമാറ്റ് ഞാൻ ഈ ലിങ്കിൽ ഇട്ടിരിക്കും. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കംപ്ലീറ്റ് അച്ചീവ്മെന്റ്സും അതിനകത്ത് മെൻഷൻ ചെയ്യുക. ഒരു പേജിൽ കവിയാതെ നിങ്ങളുടെ റെസ്യൂമെ നിങ്ങൾ ഫില്ല് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനെ ബ്യൂട്ടിഫൈ ചെയ്യാൻ നോക്കുക. അതിനകത്ത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നമ്മൾ വെറുതെ ഒരു പോയിന്റ്സ് എനിക്ക് ഇന്നൊരു സ്കോളർഷിപ്പ് കിട്ടി എന്നല്ല റെസ്യൂമിൽ എഴുതേണ്ടത്. 10,000 ആൾക്കാർ അപ്ലൈ ചെയ്ത ഈ സ്കോളർഷിപ്പിൽ, ഈ നാഷണൽ ലെവൽ സ്കോളർഷിപ്പിൽ എനിക്ക് ഇത്ര ഇത് കിട്ടി, അല്ലെങ്കിൽ 1% മാത്രം സെലക്ഷൻ കിട്ടുന്ന ഒരു സ്കോളർഷിപ്പ് എനിക്ക് കിട്ടി, അല്ലെങ്കിൽ ഒരു കോളേജിൽ ഒരു ഫെസ്റ്റ് ഓർഗനൈസ് ചെയ്തു എന്ന് പറയുമ്പോൾ യു വിൽ ഹാവ് ടു റൈറ്റ് ഇൻ എ വേ ദാറ്റ് ഒരു കോളേജിൽ നിങ്ങൾ പല ആൾക്കാരും കോളേജിലെ ഫെസ്റ്റിന്റെ പേരൊക്കെ എഴുതിയിട്ട് ഈ ഫെസ്റ്റിൽ ഞാൻ എന്തോ ചെയ്തു. ഈ ഫെസ്റ്റ് എന്താണെന്നും ആർക്കും അറിയില്ല, ഇത് വായിക്കുന്ന ആൾക്കാർക്ക് അറിയില്ല, നിങ്ങൾ എന്താ ചെയ്തതെന്നും അവർക്ക് ക്ലിയർ ആവില്ല. അറ്റ് ദി സെയിം ടൈം ഇഫ് യു സേ ദാറ്റ് ഒരു നാഷണൽ ലെവൽ ടെക് ഫെസ്റ്റ് ഒരു ഫുഡ് ഫോൾ ഓഫ് അറൌണ്ട് 25,000 ആൾക്കാരുള്ളതിന്റെ ലീഡ് ആയിരുന്നു എന്ന് എഴുതുന്നത് തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. സോ ആ രീതിയിൽ ബ്യൂട്ടിഫൈ ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. എന്നിട്ട് ഓരോ ലൈനിലും റെസ്യൂമേഡ് അത് ഫുള്ളായിട്ട്, അതായത് ഒരു സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനിൽ ഉൾക്കൊള്ളണം, അത് അടുത്ത ലൈനിലോട്ടും പോകാൻ പാടില്ല, ഒരു ലൈനിന്റെ കുറച്ച് മാത്രം എഴുതാനും പാടില്ല. ഈ രീതിയിൽ നിങ്ങളൊന്ന് എഴുതി നോക്കൂ. ട്രസ്റ്റ് മീ, നിങ്ങൾ ആദ്യം ബി സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ പ്ലേസ്കോം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്ന വൺ ഓഫ് ദി ആക്ടിവിറ്റീസ് ആണ്. ആ സമയത്ത് ഒരുപാട് നിങ്ങളുടെ ഉറക്കം കളയാൻ സാധ്യതയുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അത് ഇപ്പോഴേ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ് ആഡ് ഓൺ. നിങ്ങളുടെ ബി സ്കൂൾ കുറച്ചുകൂടെ സുഗമമാവാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലബ്സ് ആൻഡ് കമ്മിറ്റീസിന്റെ സെലക്ഷൻ ആണ്. അപ്പം ഒരു ബി സ്കൂളിൽ പോകുമ്പോൾ പല ടൈപ്പ് ക്ലബ്ബ് ഉണ്ടാവും. ഇപ്പൊ മാർക്കറ്റിംഗ് ക്ലബ്ബ്, ഓപ്പറേഷൻസ് ക്ലബ്ബ്, പിന്നെ ഈ പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ക്ലബ്ബ്, മെർച്ചൻഡൈസിംഗ് ക്ലബ്ബ്, ഫിനാൻസ് ക്ലബ്ബ്, അങ്ങനത്തെ പല ക്ലബ്ബുകളുണ്ടാവും. കൂടാതെ പല കമ്മിറ്റികളുണ്ടാവും. കമ്മിറ്റി എന്ന് പറയുമ്പോൾ കോളേജിന്റെ തന്നെ ഡെയിലി ദൈനംദിന ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ അക്കാഡമിക് കമ്മിറ്റി ഉണ്ടാവും, കോഴ്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന. സ്പോർട്സ് കമ്മിറ്റി ഉണ്ടാവും. അതുകൂടാതെ ഇപ്പോ മെസ് കമ്മിറ്റി ഉണ്ടാവാം, അതും അല്ലെങ്കിൽ അലുമിനി കമ്മിറ്റി ഉണ്ടാവാം, അല്ലെങ്കിൽ അഡ്മിഷൻ കമ്മിറ്റി ഉണ്ടാവാം. അപ്പൊ ഇങ്ങനെയുള്ള പല കമ്മിറ്റീസിലും നിങ്ങൾക്ക് കയറാൻ പറ്റും. ഇത് രണ്ടും അല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഗ്രൂപ്പാണ്. സോഷ്യൽ ക്ലബ്ബുകൾ ഉണ്ടാവും, പിന്നെ അതല്ലാതെ കൾച്ചറൽ ക്ലബ്ബ്, ഡാൻസ് കമ്മിറ്റി, മറ്റേ അതുപോലുള്ള മ്യൂസിക് കമ്മിറ്റി, കൾച്ചറൽ കമ്മിറ്റി, ഇതുപോലുള്ള കുറെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളും ക്ലബ്ബുകളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏതിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ കയറി കഴിഞ്ഞാൽ ഏതിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് ഇപ്പോഴേ ഒന്ന് നോക്കി വെച്ചാൽ നല്ലതായിരിക്കും. ആൻഡ് അത് കൂടാതെ തന്നെ ഇപ്പൊ നിങ്ങൾ ക്ലബ്ബുകൾക്കാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഓരോ ഡൊമൈനും എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓൾറെഡി നമ്മളുടെ ഓപ്പൺ ഡാഡിന്റെ നമ്മളുടെ പോർട്ടലിൽ തന്നെ പല ഡൊമൈൻസിന്റെ സെഷൻസ് ഉണ്ട്. സോ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഡൊമൈനെ കുറിച്ച് ഒരു ഏകദേശം ഐഡിയ കിട്ടും. അതിൽ നിങ്ങളെ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഡൊമൈൻസിൽ കുറച്ചുകൂടെ ഡിഗ് ഡൗൺ ചെയ്യുന്നത് വിൽ ബി എ ഗുഡ് ഐഡിയ. ബിക്കോസ് നിങ്ങൾക്ക് ഈ ക്ലബ് കമ്മിറ്റി സെലക്ഷന്റെ ഒക്കെ സമയത്ത് ഒരു ഡൊമൈനെ കുറിച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ആ ക്ലബിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി ഒരാൾക്ക് എല്ലാ ക്ലബിലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം യു വിൽ ഹാവ് ടു പിക്ക് ആൻഡ് ചൂസ്. സമ്മർ ഇന്റേൺഷിപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് അഗെയിൻ നിങ്ങളുടെ വലിയ കാര്യങ്ങളൊന്നും കമ്പനീസും എക്സ്പെക്ട് ചെയ്യുന്നില്ല, ബിക്കോസ് യു ആർ ജസ്റ്റ് ഇൻ ടു ബി സ്കൂൾ. ബട്ട് യു ഷുഡ് know about each of the domains. Try to learn a little bit about a couple of industries. Say ഇപ്പം ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് വരുന്ന IT ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരുപാട് ജോബ്സ് വരുന്നുണ്ടാവും. പിന്നെ അതല്ലാതെ ഇപ്പം FMCG കുറിച്ച് പഠിക്കുന്ന വളരെ നല്ലതായിരിക്കും. ഒരുപാട് FMCG കമ്പനീസ് ഉണ്ട്. സിവിലൊക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ കുറിച്ച് കുറച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒരുപാട് സിമെന്റ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് റിലേറ്റഡ് കമ്പനി ലൈക്ക് പിഡിലൈറ്റ് പോലുള്ള കമ്പനീസ് ഒക്കെ ഇന്റേൺഷിപ്പിന് വരുന്നുണ്ടാവും. സോ അങ്ങനെയുള്ള 3-4 നിങ്ങളെ പിക്ക് ആൻഡ് ചൂസ് ചെയ്ത ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കുന്നതും നല്ല ഒരു കാര്യമായിരിക്കും.
പിന്നെ ജനറലി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ ഓൾറെഡി പല ഗ്രൂപ്പുകളിലും ഇട്ടിട്ടുണ്ട്. ഈ കേസ് ബേസ്ഡ് പ്രിപ്പറേഷൻ എന്ന് പറയും. അതായത് ഒരു കൺസൾട്ടിങ്ങിന്റെ ഇന്റർവ്യൂവിൽ പോയാൽ അവരൊരു സർട്ടൻ കേസ് തരും. സേ ഒരു കമ്പനിയുടെ പേര് എന്നിട്ട് ഈ കമ്പനിക്ക് ദുബായിൽ എൻ്റർ ചെയ്യണോ വേണ്ടേ. അപ്പൊ നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ആ കമ്പനിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി നിങ്ങൾ സൊല്യൂഷൻ കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന്റെയൊക്കെ മെത്തഡോളജി ഒക്കെ നോക്കുന്ന കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കുന്നതാണ് ഈ യൂഡമിയിലും അല്ലെങ്കിൽ കോഴ്സറയിലും ഒക്കെ പോയി ഏതെങ്കിലും റാൻഡം കോഴ്സസ് ചെയ്യുന്നതിനേക്കാളും വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്പെടുക. ബിക്കോസ് ബി സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര സർട്ടിഫിക്കേഷൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. ബിക്കോസ് അത് എല്ലാവരുടെയും റെസ്യൂമേയിൽ ഉണ്ടാകുന്ന സാധനം. നിങ്ങളുടെ റെസ്യൂമേയിൽ വേറെ ഒന്നുമില്ല. നിങ്ങളുടെ റെസ്യൂമേയിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾക്ക് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം വളരെ എഫേർട്ട് കുറഞ്ഞ എന്തെങ്കിലും 1-2 സർട്ടിഫിക്കേഷൻ ചെയ്യുക. പക്ഷെ നിങ്ങളുടെ റെസ്യൂമേയിൽ ഒന്നുമില്ല എന്ന് വെച്ചിട്ട് 50% മുഴുവൻ നിങ്ങൾ സർട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഇന്ന സർട്ടിഫിക്കേഷൻ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വോണ്ട് ആഡ് എനി വാല്യൂ. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ബി സ്കൂളിൽ നിങ്ങളുടെ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവും. സോ അതുകൊണ്ട് ഇത് നിങ്ങൾ നേരത്തെ ചെയ്തു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു അഡീഷൻ ഒന്നും കിട്ടുന്നുണ്ടാവില്ല. അതല്ലാതെ കുറച്ച് ബെസ്റ്റ് പ്രാക്ടീസസ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. സോ ഇതുവരെ ഞാൻ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ, റെസ്യൂമെ എന്തായാലും നിങ്ങൾ ചെയ്യണം, ഡൊമൈൻസിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാം. ഇതിനുള്ള ഒരു ടൈമേ നിങ്ങൾക്ക് ശരിക്കുള്ളൂ. ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യുവർ ബി സ്കൂൾ ജേർണി, എസ്പെഷ്യലി ദി ഫസ്റ്റ് 3 months 4 months വേർ എവരിവൺ വിൽ ബി ഹാവിംഗ് എ സ്ലീപ്ലെസ് നൈറ്റ്, ആ സമയം നിങ്ങൾക്ക് കുറച്ചുകൂടെ വളരെ സുഖകരമായിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ള ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം, സോഷ്യൽ മീഡിയ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ആക്റ്റീവ് ആയിരിക്കും. ബട്ട് അറ്റ് ദി സെയിം ടൈം ഇൻസ്റ്റാഗ്രാമിനെക്കാളും നിങ്ങൾ ലിങ്ക്ഡിനിലോട്ടൊന്ന് മാറേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ നിങ്ങൾക്കറിയാം, ലിങ്ക്ഡിൻ ത്രൂ നിങ്ങൾക്ക് ഒരുപാട് ലൈവ് പ്രൊജക്ട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ ലൈവ് പ്രൊജക്ട് എന്താണ്? ഇന്റേൺഷിപ്പ് പോലെ തന്നെയാണ്. പക്ഷേ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ജോലി പോലെ ഫുൾ ടൈം ആയിട്ട് ഒരു കമ്പനിയായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആൻഡ് ലൈവ് പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് ലൈവ് പ്രൊജക്ട്സ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് ഒരു IT കഴിഞ്ഞ ഒരാളാണ്, നിങ്ങൾക്ക് പോകേണ്ടത് ഫിനാൻസിലോട്ടാണ്. അപ്പോൾ ഒബ്വിയസ്ലി നോക്കുമ്പോൾ ഒരു IT കാരനെ ഒരു ഫിനാൻസ് ജോബിന് എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നിരിക്കെ നിങ്ങൾക്ക് ആ ചാൻസസ് എങ്ങനെ അപ്പാക്കാം? ഒന്ന്, CFA പോലെയുള്ള വലിയ സർട്ടിഫിക്കേഷൻസ് ചെയ്യാം. ഇപ്പൊ ചെയ്യേണ്ട ആവശ്യമില്ല. വൺസ് യു ഗെറ്റ് ഇൻ ടു ബി സ്കൂൾ ഫോർ ദി ഫൈനൽ പ്ലേസ്മെന്റ്സ്. അതർ ദാൻ ദാറ്റ് യു ക്യാൻ ടേക്ക് അപ്പ് പ്രൊജക്ട്സ് ഫ്രം സ്റ്റാർട്ടപ്പ് കമ്പനീസിലൊക്കെ ഉള്ള പ്രൊജക്ട്സ് ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു കൊടുത്തോളൂ. പക്ഷെ ലൈവായിട്ട് പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ഏത് ദിവസവും സർട്ടിഫിക്കേഷനെക്കാളും നിങ്ങൾക്ക് ഉപകാരപ്പെടുക. കാരണം അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ഇത് വെറും ഒരു സർട്ടിഫിക്കേഷൻ ആയിട്ടല്ല, ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ റെസ്യൂമേൽ നിങ്ങൾ എഴുതുക. അപ്പൊ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ 2 advantages. നിങ്ങളിപ്പോൾ ഫിനാൻസിൽ ഒരു ലൈവ് പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫിനാൻസ് കമ്പനി വരുമ്പോഴത്തേക്കും നിങ്ങളുടെ റെസ്യൂമേക്ക് ഷോർട്ട് ലിസ്റ്റ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. എസ്പെഷ്യലി സേ ഇഫ് യു വോണ്ട് ടു ഗെറ്റ് ഇൻ ടു പ്രൊഡക്റ്റ് മാനേജ്മെന്റിൽ കയറണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു സം 1 or 2 പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ലൈവ് പ്രോജക്ട്സ് വിത്ത് ഏതെങ്കിലുമൊക്കെ കമ്പനീസ്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് തന്നെ റീച്ച് ഔട്ട് ചെയ്ത് നോക്കുക. ലിങ്ക്ഡിൻ നല്ലൊരു ടൂളാണ്. സോ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ക്യാറ്റ് ജേണിയെ കുറിച്ചൊക്കെ പറഞ്ഞ് ലിങ്ക്ഡിനിൽ എഴുതി തുടങ്ങാം. ലിങ്ക്ഡിനിൽ നല്ലൊരു പ്രൊഫൈൽ വെക്കാം, നല്ലൊരു ഇൻട്രോ വെക്കാം. പിന്നെ അത് കൂടാതെ നിങ്ങൾ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ നിന്നുള്ള കുട്ടികൾക്ക് എപ്പോഴും ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഷൈയിങ് അവേ ഫ്രം പോസ്റ്റിംഗ് ദെയർ അച്ചീവ്മെന്റ്സ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളൊരു നീഷ് ഏരിയ കണ്ടുപിടിക്കുക. സേ ക്ലൈമറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ആണെങ്കിൽ ഡെയിലി ക്ലൈമറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റിയെ കുറിച്ച് സേ വീക്ക്ലി ഒരു 2 പോസ്റ്റെങ്കിലും ചെയ്യുക. നിങ്ങളുടെ തന്നെ ഒരു ആർട്ടിക്കിൾ ചെയ്യുക. ChatGPT യൂസ് ചെയ്ത് വെറുതെ കണ്ടന്റ് സ്പ്രേ ചെയ്യണ്ട. പക്ഷെ നിങ്ങൾ തന്നെ എഴുതിക്കൊണ്ടിരുന്നാൽ ലിങ്ക്ഡിനിൽ നിങ്ങൾ അതുപോലെ റെലവെന്റ് ആയിട്ടുള്ള ആൾക്കാർക്കും കമ്പനി HRസിനും ഒക്കെ റിക്വസ്റ്റുകൾ അയച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്രൊഫൈലിൽ കുറച്ചുകൂടെ ഒരു ട്രാക്ഷൻ, നിങ്ങളുടെ ആക്ടിവിറ്റീസും നിങ്ങളെന്ന് പറയുന്ന ഒരു ആസ് എ പേഴ്സൺ നിങ്ങളെ കൂടുതൽ ആൾക്കാർ നോട്ട് ചെയ്യുന്നുണ്ടാവും ആ ഇൻഡസ്ട്രിയിൽ നിന്നും ആ ഡൊമൈനിൽ നിന്നും. ഇത് ഇന്റേൺഷിപ്പിനെക്കാളും ഉപരി ലൈവ് പ്രൊജക്ട്സ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. കാരണം ഈ ലൈവ് പ്രൊജക്ട്സ് ഫുള്ള് കിട്ടുന്നത് ഒന്ന് കോളേജിൽ നിന്ന് കുറേയൊക്കെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലും നിങ്ങളുടെ റിലേഷൻ വെച്ചിട്ടാണ് കിട്ടുക. HRO ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള, അല്ലാതെ ആരും ഒരു റിക്രൂട്ട്മെന്റിനായിട്ട് വന്നെടുക്കുന്ന ഒരു സംഭവമല്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ ദിസ് ഈസ് ഓൾസോ എ ഗുഡ് തിങ് വിച്ച് യു ക്യാൻ ഡു. നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, അതൊക്കെ ചെയ്യാം. പക്ഷെ ലിങ്ക്ഡിൻ ഞാൻ വളരെയധികം സ്ട്രെസ് ചെയ്യും. ബിക്കോസ് ലിങ്ക്ഡിൻ ഇറ്റ്സ് എ വെരി 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 പവർഫുൾ ടൂൾ. സോ അതും നിങ്ങൾ ചെയ്യുക. പിന്നെ വേറെ എനിക്ക് കുറച്ച് അഡ്വൈസസ് തരാനുള്ളത്, നിങ്ങൾ ഓൾറെഡി ഇപ്പം നിങ്ങൾ കോളേജ് കൺവേർട്ട് ചെയ്ത് ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ഒരുപാട് പേര് ഇങ്ങനെ വെറുതെ വർത്താനം പറയുന്നുണ്ടാവും, ഹിന്ദിയിൽ പറയുന്നുണ്ടാവും. ഇതൊന്നും കേട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള പല ആൾക്കാരും കോളേജിൽ റിയൽ ലൈഫ് വരുന്ന സമയത്ത് ചിലപ്പോൾ വാ തുറക്കാത്ത ആൾക്കാരായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊന്നും കണ്ട് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയുന്ന ഒരു സാധനം കംപ്ലീറ്റ്ലി ഒഴിവാക്കി നിങ്ങൾ ബി സ്കൂളിൽ പോവുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഇൻ എ വെരി ഗുഡ് പൊസിഷൻ
വൺസ് യു ഗെറ്റ് ഇൻ ടു ബി സ്കൂൾ. അതർ ദാൻ ദാറ്റ് ഒരുപാട് സ്ട്രെസ് ഇപ്പോൾ എടുക്കാതിരിക്കുക. കാരണം ഇനി ബി സ്കൂളിൽ കയറി അടുത്ത 2 വർഷം മൊത്തം നിങ്ങൾ ബിസി ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു 1-2 മാസം നിങ്ങൾക്ക് ഒരു ബ്രേക്ക് 2 വർഷം കഴിഞ്ഞിട്ട് കോർപ്പറേറ്റിൽ കയറുന്നതിന് മുന്നേ കിട്ടുക. അപ്പം ആ ഒരു ഗ്യാപ്പിന് മുന്നേ കിട്ടുന്ന അടുത്തൊരു 2 വർഷത്തിൽ കിട്ടുന്ന ഒരു വലിയൊരു ഗ്യാപ്പാണ് ഈ 1-2 മാസം. സോ അത് മാക്സിമം എൻജോയ് ചെയ്യുക. കുറച്ച് ട്രിപ്പൊക്കെ പോകണമെങ്കിൽ പോവുക, ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ചില്ല് ചെയ്യണമെങ്കിൽ ചില്ല് ചെയ്യുക. കൂടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലൈറ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് പോവുക. യു വിൽ ബി ഇൻ എ വെരി ഗുഡ് പൊസിഷൻ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്യണോ, എന്തെങ്കിലുമൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യണോ എന്നൊക്കെ. സോ ദിസ് ഈസ് മൈ അഡ്വൈസ്. So thanks a lot for watching my video, and please also do subscribe my channel. I'll soon be coming up with another video. Thanks a lot. Bye bye.